മഴ കഴിഞ്ഞ് ഇടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇവിടെ കാണാൻ കൂണോ വല്ലതും മുളച്ചോന്നൊന്ന് നോക്കുക പറമ്പിലേ. ഉണ്ട്, ഇവിടെ കൂണ് പിടിക്കും, ചില തെങ്ങിൻ്റെ മുട്ടികളിലൊക്കെ പിടിക്കും. നമുക്ക് എല്ലായിടും സ്മെല്ലഞ്ഞ് വന്നേ. എന്താന്ന് നോക്കേ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലയോ, ഇടി വെട്ടി കഴിയുമ്പോൾ ഇവിടെയൊക്കെ കൂണ് ചിലപ്പം അങ്ങും ഇങ്ങൊക്കെ ഉണ്ടാവും. ഒത്തിരി ഒന്നുമില്ല, ഇത് നല്ല കൂണാ കേട്ടോ. ഇപ്പൊ അധികം ഇല്ല കേട്ടോ. അയ്യോ, അതിൻ്റെ ഇടയ്ക്കൊക്കെ കാണും. ഇനിയിപ്പൊ കാണുന്നു കേറാതിരിക്കാൻ. അതുകൊണ്ടാ ഇഷ്ടമല്ല, ഞാൻ മാറ്റി. അവിടെ ആ മലയില്ലേ മോളെ, ഞാനൊക്കെ പണ്ട് കുറേ എനിക്ക് കൂണ് ആ സൈഡിലെല്ലാം ഇങ്ങനെ പിടിക്കുമായിരുന്നു. അന്ന് മമ്മി വരെ വിശക്കൂണാണെന്നൊക്കെ പറയും. പിന്നെ ഞങ്ങള് അത് സിമിയൊക്കെ കൊണ്ടുപോയി കറിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് മമ്മി വിശ്വാസമായത്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിക്കല്ലേ അമ്മി? അതെ അതെ അതെ, എന്തായാലും കൊള്ള സംഭവം. വെച്ച് കൊണ്ടുപോവാ, നോക്കിപ്പോ. വീടല്ലേ, 2-3 പിടിച്ച് കുമ്പിള് കുത്ത്. ചവിട്ടല്ലേ കാലിന്റെ സൈഡിൽ നിൽക്കുന്നത് വെള്ള പോലെ കാണുന്ന കൂണാ കേട്ടോ. ചവിട്ടില്ല മോളെ. ഇതില് ഹൗസ് ബോട്ട് ഇടുന്നുണ്ടോ? അങ്ങനെ 2-3 ഹൗസ് ബോട്ട് ഉണ്ടല്ലോ. മഴയാണേലും ഹൗസ് ബോട്ടിനൊന്നും ഒരു കുറവുമില്ല, ശാന്തമായിട്ട് കിടക്കുന്നു കായൽ. അടിപൊളി. മണ്ണില്ല, ഇല്ല, ഞാൻ ഒളിച്ചെടുത്തേത്. ചവിട്ടിന്ന് ഇളക്കി എടുക്കല്ലേ, മണ്ണ് വരും. കുറവാണ് മലയിലൂടെ വേണ്ട, ഞാനിതൊന്ന് ഒളിച്ചോട്ട്. അവിടെ വെപ്രാളം കൂട്ടാതെ, വെപ്രാളം കൂട്ടാതെ. വേണ്ടേ, ഇത്രയും കിട്ടി, ഉള്ളതാകട്ടെ. നമുക്കിന്ന് മഷ്റൂം തൊടണ്ട, ആരും തൊടണ്ട, തൊട്ട് അതിനെ ഇല്ലാതാക്കണ്ട. എല്ലാ തെങ്ങിൻ്റെയും മുട്ടി പോയി, ഇല്ല, ഉള്ളതുകൊണ്ട് തൃപ്തി. അല്ല, കയറങ്ങോട്ട്, നമുക്ക് കറി വെക്കണ്ടേ. കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂൺ ചില്ലിയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ കൂൺ ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൂൺ ചില്ലിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അമ്മച്ചി പരിചയപ്പെടുത്താം. നമുക്കാവശ്യമായ സ്പൈസസ്: ഉപ്പ്, വെളിച്ചെണ്ണ, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്. ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ടാണ് പച്ചമുളക് എടുത്തത്, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. 1½ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി കൊച്ചായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, സോയാബീൻ സോസ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് ബീറ്റ് ചെയ്യാനായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. മൈദാപ്പൊടിയാണ് ഇത്. ആവശ്യത്തിന് നമുക്കിതിൽ നിന്ന് എടുക്കാം. ആക്കി വെച്ചിരിക്കുന്ന കൂൺ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് ചെറുതായിട്ട്. ബീറ്റ് ചെയ്യാനായിട്ട് മുട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് മൈദാപ്പൊടി ഇടുകയാണ്. കണ്ടോളൂ. കണ്ടല്ലോ. ഇനി നന്നായി ഇതേപോലെ പതപ്പിച്ചെടുക്കതേ. കണ്ടോ, മുട്ടയും മൈദയുമാണ് ഞാൻ ഈ ബീറ്റ് ചെയ്യുന്നത്. കണ്ടല്ലോ. ഇനി ഈ തക്കാളി ഞാനൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരട്ടെ. സ്വല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും സ്വല്പം ഉപ്പും കൂടെ ചേർത്തതാണ്. ഫൈനായിട്ട് ഞാൻ ഒന്നും കൂടെ ബീറ്റ് ചെയ്യുകയാണ്. നമ്മൾ മുട്ടയും മൈദയും അടിച്ചതിലാണ് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് ഞാൻ ബീറ്റ് ചെയ്യാനുള്ള ഈ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ഫ്ലെയിം കൊടുക്കുകയാണ്. ഫ്ലെയിം കൊടുത്തു, എണ്ണ അതിലേക്ക് പകരുന്നു. ഫ്രൈ ചെയ്യാനുള്ള എണ്ണയാണ് അതിലൊഴിക്കുന്നത്. നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ
നമുക്ക് കൂൺ മുക്കി ദാണ്ടെ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എണ്ണ തിളച്ചു, കൂൺ മുക്കിയിട്ടുണ്ട്. അവൽ മുക്കിയ കൂണ് കംപ്ലീറ്റ് എന്താ പൊരിക്കുകയാണ്. കണ്ടപ്പോൾ കണ്ടോ, KFC ചിക്കൻ പോലല്ലേ ഇരിക്കുന്നത്. നോക്കിയാട്ടെ, കാണാൻ നല്ല ഭംഗിയല്ലേ. അധികം എണ്ണയൊന്നും വേണ്ട, ഞാൻ കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചുള്ളൂ. മക്കളുമാർ കണ്ടല്ലോ, ഇതാ എല്ലാം അതിൽ മാവില് എല്ലാം ഡിപ്പ് ചെയ്തിട്ട് ഞാൻ എന്താ പൊരിച്ചു കണ്ടോ. മറുത്ത് വരട്ടെ, കണ്ടോ, KFC ചിക്കനെക്കാട്ടി വെല്ലും. എന്താ ഭംഗിയല്ലേ എന്നെ കാണാൻ. ഇതേപോലെ നിങ്ങളും ചെയ്യണം. നല്ല കൂണ് നോക്കി എടുക്കാവുള്ളൂ, എല്ലാ കൂണും എടുക്കരുത്. വിഷക്കൂണുണ്ട്, അമ്മച്ചി പറഞ്ഞെന്നും പറഞ്ഞ്. കൂണ് വിഷം തിരിച്ചറിയുന്നത് മഞ്ഞൾ അരച്ച് തേച്ച് നോക്കണം. ചുമക്കുകയാണെങ്കിൽ അത് വിഷമുള്ളതാണ്, വെറും മഞ്ഞ നിറത്തി ഇരിക്കുകയാണെങ്കിൽ അത് വിഷമില്ലാത്തതാണ്. അങ്ങനെയാണ് പണ്ടുള്ളവർ പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ച കൂണായതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോയി എടുത്തത്. അതുകൊണ്ട് എല്ലാവരും പോയി അയ്യത്തുനിന്ന് ഞാൻ പറയുന്ന കേട്ട് പോയി എടുക്കരുത്. 4 മിനിറ്റായി നമ്മളിത് കോരുവാണ്. ഒരിക്കലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. അമ്മ ചീനച്ചട്ടിയാണ് എടുത്തത്, കണ്ടോ. 4 മിനിറ്റേ ആയുള്ളൂ, കോരുകയാണ്. ഇതിൽ ഡയറക്റ്റ് വേണേ നമ്മൾ സോസ് ഒഴിച്ചാൽ നമുക്ക് കഴിക്കാം. ഫ്രൈഡ് ചിക്കൻ പോലെയുണ്ട്. നോക്കിയാട്ടെ, നല്ല ടേസ്റ്റ്, കാണാൻ തന്നെ ചില്ലി സോസൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അല്ലെങ്കിൽ പിന്നെ ചിപ്പിക്കൂടിന്റെ വിത്ത് മേടിച്ച് നമ്മള് ഒരു ചെറിയ പാക്കറ്റ് കൃഷി പോലെ ചെയ്യണല്ലേ വീട്ടിലാവശ്യം. ഇടി മിന്നൽ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പം നമ്മുടെ പറമ്പിലൊക്കെ നോക്കണം. ഇത് പെട്ടെന്ന് വളർന്ന് വരുന്നതും 2-3 ദിവസം കൊണ്ടാണ്. ഇതാ മലയുടെ മുകളിലോട്ട് കയറിയ ശരിക്കും ഞങ്ങൾ കൊണ്ടിവിടെ. ഇനി തുടർന്ന് ഇതിൻ്റെയൊക്കെ വിഭവങ്ങൾ ഞങ്ങൾ ചെയ്യും. ഓക്കെ, നോക്കിയ നല്ല ഇതാകുമ്പോൾ നോക്കിയമ്മ, അപ്പൊ കാണാൻ നല്ല രസം. ഇനി നമ്മൾ ഇവനെ ചില്ലി കൂണാക്കി മാറ്റാൻ പോവുകയാണ്. നമ്മൾ പാൻ അടപ്പത്ത് വെച്ചു, അടപ്പ് ചൂടായി. ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇനി ചില്ലി കൂണാക്കുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ചൂടാകുന്നു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എന്താണ് ഇടേണ്ടത്? സവോള അതിലിടാം. അപ്പോൾ ഞാൻ സവോള ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് വഴന്നട്ടെ. അതിൽ പച്ചമുളക് ചേർക്കുകയാണ്. ക്യാപ്സിക്കം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ക്യാപ്സിക്കം ഉള്ളവർ ക്യാപ്സിക്കം ചേർക്കുക. ക്യാപ്സിക്കം ഇല്ല എങ്കിൽ പച്ചമുളക് ചേർക്കുക. ഇവിടെ ക്യാപ്സിക്കം ഇരിപ്പം ഇല്ലായിരുന്നു. ഒഴിക്കുകയാണ്. സോയാ സോസാണ് ഞാനീ കൊടുക്കുന്നത്, സോയാ സോസ്. അടുത്തതായിട്ട് ഞാൻ ഒഴിക്കുന്നത് ഗ്രീൻ ചില്ലിയാണേ. അതിൻ്റെ സോസാണ് ഞാനീ കൊടുക്കുന്നത്, ഗ്രീൻ ചില്ലി സോസാണ്. ഇതാണ്ടേ റെഡ് ചില്ലിയും കൂടെ ഞാൻ ഒരു സ്പൂൺ കൊടുക്കുകയാണ്. ഇതാ ഈ കണ്ടോ, ഇത് റെഡ് ചില്ലിയാണ്, അതും കൂടി ഇതിനോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുകയാണ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൂൺ ഇതാ ചേർത്ത് കൊടുക്കുകയാണ് അടപ്പിലോട്ട്. നന്നായി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. മല്ലിയിലയും കറിവേപ്പിലയും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യുക. ചില്ലി കൂണും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വരിക, നമുക്ക് കഴിക്കാം. നോക്കിയാട്ടെ, ഇത് മന്തി റൈസാണ്. ഇത് ഇപ്പോൾ നമ്മൾ വെച്ച ചില്ലിക്കൂണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ആഹാരം ഇതാണ്. ഇതുപോലെ നിങ്ങളും ശരിയാക്കുന്ന ടേസ്റ്റ് നോക്കിയാട്ടെ. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോഴ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇതേപോലെ കൂൺ കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ചിക്കൻ മേടിക്കുക വേണ്ട കേട്ടോ.
അപ്പം ചിക്കൻ്റെ പൈസയ്ക്ക് ഒരു പ്രാവശ്യം കൂൺ മേടിക്കുക. എല്ലാ പറമ്പിലില്ലെങ്കിൽ എവിടെങ്കിലും കിട്ടുമല്ലോ. വിത്ത് ഓൺലൈൻ കിട്ടും. ഓൺലൈന് വിത്ത് കിട്ടും. എവിടെന്നെങ്കിലും ചില്ലി കൂൺ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരും പെടാത്തവരും എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് പറയണം. വീണ്ടും അടുത്ത ഒരു റെസിപ്പിയായി വരുവോളും. ബായ് കൂട്ടുകാരെ.